ഹലോ, അതെ ഗഫൂറാണ്. എവിടുന്ന്? കോളേജിന്നോ? പടച്ചോനെ, ആർക്കാണ് സുഖമില്ലാത്തത്? മെഡിക്കൽ കോളേജിൽ നിന്നല്ലേ? പിന്നെ ഏത് കോളേജ്? ഓ, അത് ശരി. ഞമ്മളെ പുന്നാരമോ സുക്കൂർ പഠിക്കുന്ന കോളേജ്. ആരാണ് അവിടുത്തെ ഹെഡ്മാസാണ്? എന്ത് വാള്? ഓ, പ്രിൻസിപ്പാള്. എന്താണ് വാളെ വിശേഷം? പരാതിയോ? ഞമ്മളെ മോൻ സുക്കൂറിനെതിരെ പരാതിയോ? എന്ത് പരാതി? ഞമ്മളിപ്പോ തന്നെ വരാന്ന്. ഓക്കെ. സൂറാവി, സൂറാവി, ഈ എന്നിങ്ങോട്ട് വന്നേ. എന്തേനും ഗഫൂർക്ക? എടി, ഞമ്മളെ മോൻ എന്തിനാണ് നമ്മള് കഷ്ടപ്പെട്ട് കോളേജിൽ പഠിക്കാൻ പറഞ്ഞേക്കണ്? നിങ്ങള് കാര്യം പറയും മനുഷ്യ. എടി, ഓൻ അവിടെ ഭയങ്കര കുരുത്തക്കേടാണ് പോലും. 18 പരാതി കിട്ടിക്കണെന്ന്. ഞമ്മളോട് കോളേജിലേക്ക് ചെല്ലാൻ. ഇവിടെ കിടന്ന് തുള്ളിയിട്ട് കാര്യമില്ല. നിങ്ങള് വേഗം അങ്ങോട്ട് ചെല്ലി. കാര്യം എന്താന്നറിയാലോ. 3-1 അറിയണം. ഒന്നെങ്കിൽ സുക്കൂർ, അല്ലെങ്കിൽ ഞമ്മള്. 3-1 ബാക്കിണ്ടാവും. മൂന്നാമത്തേത് ആരാ? മൂന്നാമത്തെ ഇയ്യന്നടി. ഇയ്യാണ്ടി ഓനെ പെറ്റി വർക്കാക്കി. സാറേ, ഞമ്മളാണ് ഗഫൂർ, സുക്കൂറിന്റെ വാപ്പ. എന്താണ് മിസ്റ്റർ ഗഫൂർ ഇതൊക്കെ? നന്ദിണ്ട് സാറേ, നന്ദിണ്ട്, ഒരുപാട് നന്ദിണ്ട്. ഇത് ഞമ്മള് മരിച്ചാലും മറക്കൂല. എന്തിനാടോ എന്നോട് നന്ദി പറയുന്നത്? ഞമ്മളെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാള് മുഖത്ത് നോക്കി മിസ്റ്റർ ഗഫൂർ എന്ന് വിളിക്കണത്. നന്ദിണ്ട് സാറേ. ഛേ, അതെ മിസ്റ്റർ ഗഫൂർ, ഇത് കണ്ടോ, പരാതികളാ. അവനെ പഠിപ്പിക്കുന്ന ഇവിടുത്തെ അധ്യാപകര് എനിക്ക് തന്ന പരാതികളാ ഇത്. മാഷുമാർക്ക് എന്താണ് പരാതി സാറേ? എടോ, അവനൊരക്ഷരം പോലും വായിക്കാൻ കഴിയുന്നില്ലെന്ന്. അവൻ എങ്ങനെ കോളേജിൽ എത്തിയെന്നാ ഞാൻ അത്ഭുതപ്പെടുന്നത്. മിസ്റ്റർ ഗഫൂർ, ഈ പരാതികളൊന്ന് വായിച്ചു നോക്ക്. ഇത് വായിക്കാൻ പറ്റില്ല സാറേ. ഓഹോ, മിസ്റ്റർ ഗഫൂർ ഉടനെ ഒരു കണ്ണു ഡോക്ടറെ കണ്ട് കണ്ണട വാങ്ങി വെക്കണം. അപ്പൊ പിന്നെ അക്ഷരങ്ങൾ ഈസി ആയിട്ട് വായിക്കാം. സത്യാണോ? എഴുത്തും വായന അറിയാത്ത ഞമ്മക്ക് കണ്ണട വെച്ചാൽ ഈസി ആയിട്ട് വായിക്കാൻ പറ്റുമോ? അങ്ങനാണെങ്കിൽ അതുപോലത്തെ ഒരു കണ്ണട നമ്മളെ മോനും വാങ്ങി കൊടുത്താ പോരെ സാറേ? ഓനും സാറായിട്ട് വായിക്കൂലേ? വെറുതെ നമ്മൾ ടെൻഷൻ അടിച്ച്.